T20 ലോകകപ്പിൽ നിന്ന് നാണം കെട്ട് പുറത്തേക്ക് പോയിരിക്കുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റിൽ വൻ പൊട്ടിത്തെറി. മോശം പ്രകടനത്തിന് പിന്നാലെ പാകിസ്ഥാൻ ടീമിനെ ശകാരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അഥവാ PCB. സംയമനം നഷ്ടപ്പെട്ട ആരാധകരും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ അടിത്തറ വരെ ഇളകുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. നായകൻ സൽമാൻ അലി ആഗയുടെ ക്യാപ്റ്റൻസി തെറിച്ചുവെന്നാണ് വിവരം. അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. സൂപ്പർ താരം ബാബർ അസം ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങളുടെ കരിയർ, അതായത് T20 കരിയർ ഇതോടെ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. നിലവാരമില്ലാത്ത പ്രകടനം കാരണം ഇനിയും ബാധ്യത ചുമക്കാനാകില്ല എന്നും കരിയർ അവസാനിപ്പിച്ചു മടങ്ങാൻ ബോർഡ് ഇവർക്ക് നിർദ്ദേശം നൽകിയതായുമാണ് സൂചന. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹ്സിൻ നഖ്വി ടീമിന്റെ ഈ ഒരു പ്രകടനത്തിൽ വൈകാരികമായാണ് ഇടപെട്ടിരിക്കുന്നത്. അതീവ അസംതൃപ്തനായ നഖ്വി താരങ്ങൾക്കെതിരായി കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. കളിക്കളത്തിന് പുറത്ത് വൈകാരികമായി ഇടപെടുന്നവരാണ് PCB. സെമി ചിത്രത്തിലേക്ക് ടീം ഇന്ത്യയുടെ തിരിച്ചുവരവും അതുപോലെ പാകിസ്ഥാന് ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തിയതുമെല്ലാം തന്നെ ബോർഡിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ വലിയ വാക്കേറ്റം നടന്നതായും സൂചനകളുണ്ട്. സൂപ്പർ 8 ഘട്ടത്തിലെ നിർണായകമായ ശ്രീലങ്കൻ പോരാട്ടത്തിന് മുൻപ് തന്നെ പാക് ക്രിക്കറ്റിനെ നടുക്കുന്ന ഈ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നതാണ്. ടീം മാനേജ്മെന്റും സെലക്ടർമാരും നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതിൽ നഖ്വി ക്ഷുഭിതനാണ്. സൽമാൻ അലി ആഗ, ബാബർ അസം, ഉസ്മാൻ ഖാൻ എന്നിവരെ T20 ടീമിൽ നിന്ന് സ്ഥിരമായി ഒഴിവാക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ടീമിന്റെ ഹെഡ് കോച്ചായ മൈക്ക് ഹെസനുമായി നഖ്വി ഇക്കാര്യം സംബന്ധിച്ച് അനൌദ്യോഗിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞെന്നാണ് വിവരം. സൽമാൻ ആഗയ്ക്ക് പകരക്കാരനായി ഷഹീൻ അഫ്രീദിയെ അല്ലെങ്കിൽ ഷദാബ് ഖാൻ എന്നിവരെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ലോകകപ്പിന് ശേഷം പാക് T20 ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ടീം സെമി ഫൈനലിൽ പ്രവേശിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മാത്രമേ ബാബർ അസമിനും കൂട്ടർക്കും ടീമിൽ തുടരാൻ നേരിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ. പാകിസ്ഥാൻ ക്രിക്കറ്റിനെ അടിമുടി മാറ്റാനൊരുക്കുന്ന PCB ചെയർമാന്റെ നീക്കം ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ടീമിന്റെ പരാജയത്തിന് കാരണക്കാരായ മുതിർന്ന താരങ്ങളെ ഒഴിവാക്കി യുവനിരയെ വളർത്തിയെടുക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ് ഇവർ മാതൃകയായി സ്വീകരിക്കാൻ പോകുന്നത്. ഗൗതം ഗംഭീറിനെ പോലെ കടുത്ത തീരുമാനങ്ങളുമായി നഖ്വി മുന്നോട്ട് പോയേക്കും. ഈ ലോകകപ്പ് അല്പം കൂടി സീരിയസ് ആയിട്ട് കണ്ടിരുന്നുവെങ്കിൽ സെമി കാണാമായിരുന്നു എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ വിലയിരുത്തൽ. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ശ്രീലങ്കയെ 5 റൺസിന് പരാജയപ്പെടുത്തിയെങ്കിലും പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് നെറ്റ് റൺ റേറ്റ് വില്ലനായി എത്തിയപ്പോഴാണ്. വ്യക്തതയില്ലാത്ത ഗെയിം പ്ലാനും അമിതാത്മവിശ്വാസവും പാകിസ്ഥാന് തിരിച്ചടിയായി മാറി ടൂർണമെന്റിൽ. ഇന്ത്യൻ ടീമിനെയും താരങ്ങളെയും വെല്ലുവിളിച്ചത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോയി. പിന്നാലെ പിച്ചിനെയും ഷെഡ്യൂളിനെയും പഴിച്ചായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് നാണക്കേട് മറച്ചിരുന്നത്. മാച്ച് ഫിക്സിംഗ് ആരോപണങ്ങളും ഉന്നയിച്ച് തലയൂരാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഒടുവിൽ ശ്രീലങ്ക അടിക്കൊടുത്ത് ഇരുത്തുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ സായിബ് സാദ ഫർഹാന്റെ സെഞ്ചുറിയുടെയും ഫഖർ സമാന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സിന്റെയും കാര്യത്തിൽ 212 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തുകയുണ്ടായി. സെമി ഫൈനലിൽ കടക്കാൻ ശ്രീലങ്കയെ 147 റൺസിൽ താഴെ ഒതുക്കാമായിരുന്നു പാകിസ്ഥാന്. പവൻ രത്നനായകെ, ദാസുൻ ഷനക എന്നിവരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പക്ഷേ പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പിഴയ്ക്കുകയായിരുന്നു. ലങ്കൻ സ്കോർ 148 കടന്നതോടെ പാകിസ്ഥാന്റെ സെമി പ്രതീക്ഷകൾ ഔദ്യോഗികമായി അവസാനിക്കുകയും ന്യൂസിലൻഡ് സെമിയിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. അവസാന ഓവറിൽ ഷനക തുടർച്ചയായി സിക്സറുകൾ പറത്തി വിജയത്തിന് അടുത്തെത്തിയെങ്കിലും ഷഹീൻ ഷാ അഫ്രീദി എറിഞ്ഞ അവസാന പന്തുകളിൽ പിടിച്ചു നിന്ന പാകിസ്ഥാൻ ഒടുവിൽ 5 റൺസിന്റെ മുഖം രക്ഷിക്കാനുള്ള വിജയം മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. ഈ നാണക്കേടും ടീമിനുള്ളിലെ യുദ്ധസമാന സാഹചര്യവും എങ്ങനെ ഇനി പാകിസ്ഥാൻ അതിജീവിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്.